അസ്സലാമു അലൈക്കും. ഇപ്പോൾ സമയം രാവിലെ 5:30 മണി. ഞാനെന്താ ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാനിന്ന് ഡയാലിസിസിന് പോകേണ്ട ദിവസമാണ്. റോഡിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, വിജനമായ റോഡ്, ഒരാൾ പോലും ഇല്ല മക്കളെ. നോക്കുമ്പോൾ ചന്ദ്രൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ സമയത്ത് അശോകേട്ടൻ്റെ വണ്ടി എൻ്റെ മുമ്പിലെത്തി. ഞാനങ്ങനെ മട്ടന്നൂർ വന്നിറങ്ങി. മട്ടന്നൂർ എന്ന് പറയുന്നത് രാവിലെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യ യാത്രക്കാർ മാത്രമേ ഉണ്ടാവും. ഈ ഒരു വ്യൂവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മട്ടന്നൂർ ഇങ്ങനെ കാണാൻ, അധികം ആളൊന്നും ഇല്ലാണ്ട്. ഞാൻ കുറച്ച് സമയം നിൽക്കുമ്പോഴേക്കൊക്കെ തന്നെ കണ്ണൂർ KSRTC ബസ് വന്ന് അതിൽ കയറിയിരുന്നു. അങ്ങനെ ഞാൻ കുടിക്കുവട്ട എന്ന സ്ഥലത്ത് ഇറങ്ങി. അവിടെ ഒരു ഹോട്ടലുണ്ട്, സ്ഥിരമായിട്ട് നമ്മൾ ചായ കുടിക്കുന്നൊരു ഹോട്ടൽ. അവിടെ നിന്ന് ചായയും കുടിച്ച് അപ്പോഴേക്ക് ഷംസൂഖാൻ്റെ ഓട്ടോ വന്ന്. അങ്ങനെ ഷംസൂഖാൻ്റെ ഓട്ടോയിൽ റാമത്തത്തി ഉണ്ടായിരുന്നു. റാമത്തത്തി ഞാനും എന്തെല്ലോ കാര്യങ്ങൾ സംസാരിച്ച്. പിന്നെ ഞാൻ തണലിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ, ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ കിഡ്നി കേടാകുന്നവർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഡയാലിസിസ് എന്ന് പറയുന്ന സംഭവം. അത് ആഴ്ചയിൽ 3 തവണയാണ് ചെയ്യേണ്ടത്. ആഴ്ചയിൽ 3 തവണ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ദിവസം 4 മണിക്കൂർ വെച്ചിട്ട് ചെയ്യണം. അങ്ങനെ ഡയാലിസിസിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ റാമത്തത്താണ് പല കാര്യങ്ങളും സംസാരിച്ച് അങ്ങനെ നമ്മൾ തണലിലെത്തി. ഡയാലിസിസിൽ നോക്കുമ്പോൾ എല്ലാവരും പുറത്തുനിന്ന് എല്ലാവരും അകത്തേക്ക് കയറി. എല്ലാവരും ഡയാലിസിസ് തുടങ്ങി നമ്മൾ എത്തുമ്പോഴേക്ക്. അങ്ങനെ റാമത്തത്താൻ്റെ ബാക്കിൽ ഞാനും അങ്ങനെ കയറി. അങ്ങനെ ഞാൻ വലത് കാല് വെച്ച് ആ ഡയാലിസിസിനകത്തേക്ക് കയറി. എൻ്റെ വെഡിങ്ങിനെ കാത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഷമീല വായോ പറഞ്ഞിട്ട്. അങ്ങനെ ഡയാലിസിസ് തുടങ്ങി. അധികം 2 ആൾക്കാരായിട്ടും ലീവ് ഉണ്ടായിരുന്നു. ഡയാലിസിസിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. 2 സൂചി ഒരു കൈയിലേക്ക്, അത് ചെറിയ സൂചിയൊന്നുമല്ല മക്കളെ, പൈപ്പ് പോലത്തെ കട്ടിയുള്ള 2 സൂചിയാണ് ഈ കൈയിലേക്ക് കയറ്റുന്നത്. അതിന് അല്ലാത്തൊരു വേദനയും കാര്യങ്ങളെല്ലാം. ഇന്ന് പലർക്കും അറിയില്ല ഡയാലിസിസ് എന്താണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ വില അറിയാം എപ്പോഴെന്നറിയാം, ഈ ഡയാലിസിസ് എന്താ സംഭവം എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അങ്ങനെ ഞാൻ 4 മണിക്കൂർ കിടന്നു മക്കളെ. അങ്ങനെ 4 മണിക്കൂർ കിടന്നതിന് ശേഷം എൻ്റെ സൂചി വരുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ സൂചിൻ്റെ വലിപ്പം നിങ്ങൾ എന്നെ നോക്കിക്കോട്ടെ. വലിയ ഞാൻ പറഞ്ഞില്ലേ, പൈപ്പ് പോലത്തെ, സ്റ്റീലിൻ്റെ പൈപ്പ് പോലത്തെ ഒരു സംഭവമാണ് അതിലേക്ക് കയറ്റുന്നത്. നമ്മളെ ഈ പിന്നെ മുട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള സ്കിന്നിലേക്ക് കയറ്റുന്ന സംഭവം. അത് ആ സൂചിൻ്റെ വണ്ണം കണ്ടാൽ നിങ്ങൾ, ഇതാകുന്ന അവസ്ഥ. ആരോഗ്യത്തിനെ പറ്റി എല്ലാവരും ബോധവാന്മാരാവണം കേട്ടോ. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത, പിന്നെ നമുക്കെല്ലാം പറഞ്ഞാൽ സഹിച്ച് അതിനോട് പൊരുതുന്നതുകൊണ്ട് ഇതില്ല കണ്ട, എൻ്റെ സ്കിന്നിനോട് ചേർന്നിട്ട് കണ്ട. ആ സൂചി കുത്തുമ്പോഴും അത് ഡയാലിസിസ് കഴിഞ്ഞ് ഓരുമ്പോൾ ഭയങ്കരമായിട്ട് വേദനയാണ്, ഒരു കടച്ചൽ ഞാൻ. പിന്നെ സഹിക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ. പിന്നെ ആരോഗ്യത്തെ പറ്റി യാതൊരു ബോധവും ഇല്ലാണ്ട് കുടിച്ചിട്ടും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടും സ്വന്തം ആരോഗ്യം നശിപ്പിക്കുന്നവർക്ക് ഒരു വലിയൊരു മോട്ടിവേഷനാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ. അങ്ങനെ സൂചിയിലൂരി ഇങ്ങനെ 2 ഭാഗത്തായിട്ട് കെട്ടും. എനിക്ക് കുത്തിയ സൂചി ഞാൻ ആ സിസ്റ്ററോട് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത്. കാരണം വെച്ചാൽ വേറെ ഒന്നല്ല, നിങ്ങൾക്കെല്ലാം ഒരു ബോധവൽക്കരണം നല്ലതല്ലേ. കണ്ട ആ സൂചിൻ്റെ ഒരു വലിപ്പം. അങ്ങനെയാണ് ഡയാലിസിസ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയായത്. നല്ല ക്ഷീണമുണ്ട്, വർത്തമാനം പറയാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പോകുന്നു. നമ്മളെ കേരളം എന്ത് രസമല്ലേ, പച്ചപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.